ലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്കെല്ലാം വേണം. കാളി, ലക്ഷ്മി, സരസ്വതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓരോ ദേവതയ്ക്കും ഓരോ ശക്തിവിശേഷം. അതിൽ ലക്ഷ്മി വിഷ്ണുവിന്റെ പത്നിയാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്. നമ്മളെ ലക്ഷ്മി ബാധിക്കുന്നത് എങ്ങനെയാണ്? മുന്നോട്ട് നീങ്ങുന്നത് എനർജിയാണ്. ആ മുന്നോട്ട് നീങ്ങുന്ന എനർജി എന്ന ഇന്ധനം അഗ്നിയുടെ ഭാവമാണ്. അഗ്നിയുടെ നിറമായിട്ട് നമ്മൾ പറയുന്നതാണ് ചുവപ്പ്. ഇതുകൊണ്ടാണ് ചുവന്ന ചെമ്പരത്തിപ്പൂവിനെ ജപപുഷ്പം എന്ന് വിളിക്കുന്നത്. ഈ ലക്ഷ്മി എവിടൊക്കെ കുടിയിരിക്കുന്നു? ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ശക്തിവിശേഷം. ഇത് കുടിയിരിക്കുന്ന എവിടൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. ലക്ഷ്മി എന്നൊരു സ്ത്രീ പട്ടുസാരി ചുറ്റി വന്നിട്ട് എങ്ങനെ ഒരേ സമയത്ത് 5 സ്ഥലത്ത് കുടിയിരിക്കുക എന്നുള്ള ചോദ്യമൊന്നും വേണ്ട. ഇലക്ട്രിസിറ്റി അവിടെയൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലുള്ള ഒരു ശാസ്ത്രം. ആനയെ സംബന്ധിച്ചുള്ള ആനയുടെ മസ്തകത്തിൽ ആണ് ലക്ഷ്മി. ആനയുടെ മസ്തകം എപ്പോഴും ഉയർന്നിരിക്കും. അല്ലാതെ ആനയ്ക്ക് ഉയരം ഉണ്ടായതുകൊണ്ടല്ലേ? അല്ല. കുട്ടി ആനയാണെങ്കിലും ആ മസ്തകഭാവം ഉയർന്നിരിക്കും. അതെന്താ കാരണം? ലക്ഷ്മി എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ്. പൂർണ്ണത. വളരെ വലിയൊരു ഗ്ലാസ്, അതിൽ ചെറിയ ഗ്ലാസ്സിലുള്ള ചായ അതിൽ ഒഴിച്ചിട്ട് ഒരാൾക്ക് കുടിക്കാൻ കൊടുത്താൽ അവർക്ക് തൃപ്തിയാവില്ല. ഗ്ലാസിന്റെ ഭാഗമൊക്കെ അധികം കാലിയായി കിടക്കുക. ചെറിയ ഗ്ലാസ് അതിൽ പൂർണ്ണമായിട്ടും ചായയാണെങ്കിലോ അപ്പൊ കുറച്ചും കൂടി ഉന്മേഷം കിട്ടും. ചില പ്രഭാഷണത്തിന് വളരെ കുറച്ചാളെ കേൾക്കാൻ വരും. കുറച്ചു പേർക്ക് മാത്രമേ ആ വിഷയത്തിൽ താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അങ്ങനത്തെ വിഷയങ്ങളിലുള്ള സംസാരിക്കേണ്ട സ്റ്റേജുകളിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും വരില്ല. അത് തന്ത്രശാസ്ത്രത്തിലെ പല രഹസ്യങ്ങളുമായിരിക്കും വിഷയം. കേൾക്കാൻ ഒരു 20-25 ആളെ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ആള് വരില്ല. 4 സംസ്ഥാനത്തുനിന്ന് ആളുകൾ വന്നിട്ട് അങ്ങനെ ഒരു ചടങ്ങുണ്ടായി. അതിൽ കോഴിക്കോട്ടുകാരെ അധികം കണ്ടില്ല. പല സംസ്ഥാനത്ത് നിന്ന് ഫ്ലൈറ്റിൽ വന്നവരാണ്. 30 ആളെ ഉണ്ടാവുള്ളൂ. വളരെ വലിയ ഹാളാണെങ്കിൽ ശ്രോതാക്കൾക്കോ സംസാരിക്കുന്ന ആൾക്കോ രസം കിട്ടില്ല. അത് പാകത്തിന് പറ്റിയ റൂം ഉള്ളത് ഫുള്ളാവണം. എന്താ ഇപ്പൊ നമുക്ക് കിട്ടിയേ? അത് ഫുള്ള് ആകണം. ഒരു പറയുകയാണെങ്കിൽ നെല്ലിങ്ങനെ കൂമ്പിച്ച് നിൽക്കും. അത്ര നെല്ലില്ല, ഇടങ്ങഴിയിൽ മതി. അതില് ഇങ്ങനെ കൂമ്പിച്ച് നിൽക്കണം. അല്ല, ഇടങ്ങഴിയില്ലെങ്കിൽ നാഴി മതി. ഉള്ളതിൽ പൂർണ്ണത വേണം. ആന എത്ര അവസരമാണെങ്കിൽ ശരി, ആനയുടെ മസ്തകം. പശുവിന്റെ പിറകുവശമാണ് ലക്ഷ്മി. കൊമ്പിന്റെ ഭാഗത്തോ മുഖത്തിന്റെ ഭാഗത്തോ അല്ല. അവിടെയാണ് അകിടുകൾ. തന്റെ കുട്ടിക്ക് കുടിക്കാനുള്ള
കന്യം അവിടെയാണ്. അതുകൊണ്ടാണ് പശുവിനെ തൊട്ട് നമസ്കരിക്കുന്നവര് അതിന്റെ കൊമ്പിന്റെ ഭാഗമല്ല തൊട്ട് നമസ്കരിക്കുക, പിറകിലാണ് തൊട്ട് നമസ്കരിക്കുക. മഹാലക്ഷ്മി പശുവിന്റെ അകത്ത് അഭയം തേടിയ കഥകളുണ്ട്. ഒരു പശുവിന്റെ സകല ഐശ്വര്യവും കിടക്കുന്നത് അവിടെയാണ്. ആനയുടെ മസ്തകം നമ്മൾ പഠിച്ചു, നമ്മൾക്ക് ഉയർന്ന ശ്രേഷ്ഠ ചിന്തകൾ ഉണ്ടാവണം എന്നാണ് അർത്ഥം. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ വീക്കാവും, എത്ര ദാരിദ്ര്യം വന്നാലും ശ്രേഷ്ഠമായ ചിന്തയാണ് തലയെടുപ്പ്, അഹങ്കാരം കൊണ്ടല്ല. ലക്ഷ്മി ഉള്ളത് പശുവിന്റെ പരവശത്ത്. മൂന്നാമത് ലക്ഷ്മി താമരപ്പൂവിലുണ്ട്. താമരപ്പൂവിന് വലിയ പ്രത്യേകതയില്ല, ചേറിൽ നിന്നാണ് പൊന്തി വീഴുന്നത്. താമരപ്പൂ വീട്ടില് പിടിപ്പിക്കാന്നുള്ളതൊക്കെ ഞാൻ ഈയിടെ മനസ്സിലാക്കിയത്, ഒരു ചെറുപ്പക്കാരൻ വീട്ടില് ഒരു ബക്കറ്റ് വെള്ളത്തിൽ താമരക്കുരു ഇട്ടിട്ട് എങ്ങനെയൊക്കെയോ താമര ഉണ്ടാക്കി. എവിടെ താമര എന്ന് പറഞ്ഞാലും ബുദ്ധി എന്നാണ് അർത്ഥം. ബുദ്ധി എപ്പോഴും ഉയർന്നു നിൽക്കണം. ഇതുപോലെ കൂവളത്തില വളരെ ദൈവികമായിട്ടുള്ള ഗുണങ്ങളുള്ളതാണ് കൂവളത്തില. ആ കൂവളത്തിലയുടെ ഒരു ഭാഗത്ത് ശിവന്റെ ശക്തിയും മറുവശത്ത് മഹാലക്ഷ്മി എന്നല്ല അവിടെ പദം പറയാൻ, പാർവതി പവൻ. ഇത് 4 കഴിഞ്ഞല്ലോ. ഇനി എവിടെയാണ് ലക്ഷ്മി കുടിയിരിക്കുന്ന? 5ാമത്തെ സ്ഥലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കരാഗ്രേ വസതേ ലക്ഷ്മി. കരമധ്യ സരസ്വതി, അതിപ്പോ സരസ്വതിയുടെ വിഷയം നമുക്ക് പറയേണ്ടതാണ്. രാവിലെ എണീറ്റാൽ കൈകളിലേക്കൊന്ന് നോക്കണം. ലക്ഷ്മി നമ്മുടെ വിരൽത്തുമ്പത്ത്. നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാകണം. ഇവിടെ കരാഗ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്നത് കൈകൾ കൊണ്ടാണല്ലോ. ആ കരാഗ്രത്തിലുള്ളത് ലക്ഷ്മിയാണ്, ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ശക്തി വിശേഷം. ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും ആ ലക്ഷ്യസ്ഥാനത്ത് നമ്മളെ എത്തിക്കുന്നത് ലക്ഷ്മി നിങ്ങളുടെ കരത്തിന്റെ അഗ്രത്തിൽ ഉണ്ട്. ലക്ഷ്മി ഈ 5 സ്ഥലത്താണെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഇതിനൊക്കെ കാണാൻ പോണമെന്നല്ല. ആനയെ കാണുമ്പോൾ ഈ ചിന്ത നമ്മളിൽ ഉണ്ടാകും. കണ്ടോ, അവന്റെ ആ വരവ് കണ്ടില്ലേ? ആനയുടെ മസ്തകം. നമ്മുടെ മസ്തകത്തില് ലക്ഷ്മി. ആ നെറ്റിത്തടത്തെ മസ്തകം എന്ന് പറയും. ആ മസ്തകം ലക്ഷ്മിയാണെന്ന് ധരിച്ച് അഹങ്കാരത്തിൽ വർത്താനം പറയുക, ചീത്ത ശരീരഭാഷ എന്നല്ല, ഞാൻ ശ്രേഷ്ഠനാണ് എന്ന ചിന്ത ഉണ്ടാകും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ ഗുണമുണ്ടാവും. സാമ്പത്തികമായിട്ട് വളരെ ഗുണം കിട്ടുന്നത്, പക്ഷെ നമ്മളത് ചെയ്യില്ല. എല്ലാരും ചെയ്യില്ല, എത്ര കാര്യം കിട്ടിയാലും. നമുക്ക് തോന്നണം നാം ശ്രേഷ്ഠനാണ്.
പശുവിന്റെ പാല്, ആ പാലിന്റെ ഗുണം അത് മനുഷ്യക്കുട്ടികൾക്ക് അമ്മയുടെ പാലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പാലെന്ന് പറഞ്ഞാൽ പശുവിന്റെ. അതിന്റെ അകറ്റിലാണ് ലക്ഷ്മി ഉള്ളത്. ബുദ്ധിയാകുന്ന താമരപ്പൂ. കരാഗ്രഹത്തിൽ ലക്ഷ്മി തന്നെ എന്തൊക്കെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.